അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈദ് മുബാറക്. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ ദിവസം വലിയ ബഹുമാനമുള്ളതാണ്, വലിയ മഹത്വമുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. വലിയ പെരുന്നാൾ ദിവസം എന്നത് വലിയ പെരുന്നാൾ എന്നും ഈദുൽ അദ്ഹ എന്നും അറിയപ്പെടുന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഈദുൽ അദ്ഹ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ആ രണ്ടുപേർ സമർപ്പിച്ച സമർപ്പണത്തെ നാം വീണ്ടും ഓർമ്മ പുതുക്കിക്കൊണ്ട് ആഘോഷിക്കുന്നതാണ് ഈ ആഘോഷ ദിനം. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, സമർപ്പിച്ചതാണ്. പെരുന്നാൾ ദിവസം നാം പ്രധാനമായും ചെയ്യുന്ന ആരാധനകൾ അത് ഒന്ന് പെരുന്നാൾ നിസ്കാരമാണ്. പെരുന്നാൾ നിസ്കാരവും ഖുതുബയും ഉൾക്കൊള്ളുന്ന സമൂഹമായി നിർവഹിക്കപ്പെടുന്ന, ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടുന്ന ചടങ്ങുകൾ അത് വളരെ പ്രധാനമാണ്. പള്ളിയിൽ വെച്ച് വളരെ നേരത്തെ തന്നെ പെരുന്നാൾ നിസ്കാരവും ശേഷം ഖുതുബയും അതിനുശേഷം പ്രാർത്ഥനയൊക്കെ നടത്തി അതിനുശേഷം ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ പതിവ്. അങ്ങനെയാണ് നടത്തേണ്ടത്. അള്ളാഹുവിന്റെ വഴിയിലുള്ള സമർപ്പണത്തെ സൂചിപ്പിക്കുന്ന ഉളുഹിയ്യത്ത് അത് വളരെ പ്രധാനമാണ്. പെരുന്നാൾ നിസ്കാരം, പെരുന്നാൾ ദിവസം മുസ്ലിമീങ്ങൾ കഴിവുള്ളവർ ഉളുഹിയ്യത്ത് അവർ ഇറക്കുകയും അത് ആട്, മാട്, ഒട്ടകം എന്നിവയിൽ നിന്ന് എന്താണോ നമുക്ക് സാധ്യമാകുന്നത് അതിലേറ്റവും ഭംഗിയുള്ള, ആരോഗ്യമുള്ള, വളരെ നല്ല മികവുറ്റ മൃഗത്തെ ഉളുഹിയ്യത്തായി അറക്കുകയും അത് വിഭജിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം നൽകുക, അതുപോലെ പാവപ്പെട്ടവർക്ക് നൽകുക, സ്വന്തം ആവശ്യത്തിനും അത് ഉപയോഗിക്കുക. ഈ രീതിയിലാണ് ഉളുഹിയ്യത്ത് നാം കൈകാര്യം ചെയ്യുന്നത്. ഉളുഹിയ്യത്തിന്റെ മൃഗത്തെ അതിന് തീരുമാനിച്ചതിന് ശേഷം സാധാരണ എല്ലാ മൃഗങ്ങളോടും കരുണ കാണിക്കണം, അതിൻ്റെതായ പരിഗണന നൽകണം. എന്നാൽ ഉളുഹിയ്യത്തിന്റെ മൃഗത്തിന് ഒന്നുകൂടെ കൂടുതൽ പരിഗണനയും ബഹുമാനവും നൽകുന്നു. ആ ഒരു ചടങ്ങിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ അറുക്കുകയാണെങ്കിൽ പോലും കൂടുതൽ കഷ്ടപ്പെടുത്താതെ, കൂടുതൽ പ്രയാസപ്പെടുത്താതെ, അതിന് കൂടുതൽ ഭീതി ഉണ്ടാക്കാതെ അറുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ജീവജാലങ്ങളെല്ലാം മനുഷ്യന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. മത്സ്യങ്ങളെയും മറ്റ് മാംസാദികളെല്ലാം മനുഷ്യൻ അനുവദിക്കപ്പെട്ടതുപോലെ തന്നെ മനുഷ്യന് വേണ്ടി ഭക്ഷണമായി അനുവദിക്കപ്പെട്ടു എന്ന നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നു. ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് അള്ളാഹുവിനോടുള്ള നന്ദി, ആ നന്ദിയാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിൽ തിളങ്ങി നിൽക്കേണ്ടത്. ഉളുഹിയ്യത്തിൽ അറുക്കാൻ പറ്റുന്നവർ അറക്കുകയും അതുപോലെ മറ്റ് ശാരീരികമായ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്തുകൊണ്ടാണ് ഈ പെരുന്നാളിലെ ഉളുഹിയ്യത്ത് കർമ്മം നടക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, സാമൂഹികമായി പരസ്പരം ഇഴുകിച്ചേരുകയും പരസ്പരം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കാനും അത് വ്യാപകമായി സ്പ്രെഡ് ഔട്ട് പ്രചരിപ്പിക്കാനുള്ള നല്ലൊരു സമയമാണ്, നല്ലൊരു ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കുകയും പരസ്പരം സന്ദർശിക്കുകയും ആശംസകൾ കൈമാറുകയും പാവപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഈ ദിവസം വലിയ സന്തോഷത്തിന് നിമിത്തമാണ്. അത് ചെയ്യുന്നവർക്കും ആ സഹായം ലഭിക്കുന്നവർക്കും അത് സന്തോഷത്തിന് നിമിത്തമാണ്. വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ മറ്റൊരു വിഷയമാണ് ഹജ്ജ്. ഹജ്ജ് ഫറലായ ആ ഹജ്ജിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ മക്കയെ ലക്ഷ്യം വെച്ച് മുസ്ലിമീങ്ങളിൽ നിന്ന് വലിയൊരു ജനവിഭാഗം തിരിയുകയും അവിടെ വന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പിരിയുന്ന സമയമാണ് ഈ സമയം. തവാഫും അതുപോലെ സഅയും അറഫയിൽ നിൽക്കലും ജംറകളിലുള്ള എറിയലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പരിശുദ്ധരായി ലോകത്ത് നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മുസ്ലിമീങ്ങൾ പിരിഞ്ഞു പോകുന്ന ഒരു സമയമാണ്.
അവരെല്ലാം ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയാണ്. ലോകത്തൊരു പക്ഷേ ഒരു മതത്തിനോ ഒരു പ്രത്യയശാസ്ത്രത്തിനോ സമർപ്പിക്കാനോ നിർമ്മിച്ചെടുക്കാനോ കഴിയാത്ത ഒരു ഏകതാബോധം സൃഷ്ടിക്കുന്ന ഒരു അത്യമൂല്യമായ ഒരു ചടങ്ങ് കൂടിയാണ് ഹജ്ജിന്റെ ചടങ്ങുകൾ. ഏത് വർണ്ണമുള്ളവനും, ഏത് ഭാഷയുള്ളവനും, ഏത് സാമ്പത്തിക ശേഷിയുള്ളവനും, ഏത് ഉയർന്നവനും ഉന്നതനും അധോഗതിയുള്ളവനും എല്ലാവരും ഒരേ വേഷത്തിൽ, ഒരേ ധ്വനിയിൽ, ഒരേ കഅബ ലക്ഷ്യം വെച്ച്, ഒരേ സ്രഷ്ടാവിനെ ലക്ഷ്യം വെച്ച്, ഒരേ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണെന്ന ബോധത്തോടെ എല്ലാവരും ഒന്നിച്ച് നീങ്ങുന്ന ഒരു ഏകതാബോധം മനുഷ്യന് സമർപ്പിക്കാൻ പറ്റുന്ന അത്യമൂല്യമായ ഒരു ചടങ്ങ് കൂടിയാണ് ഹജ്ജിന്റെ ചടങ്ങ്. വലിയ പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൂടിയാണ് പരിശുദ്ധ ഇസ്ലാമിൽ പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കുക. സംഹാരമായാലും സംരക്ഷണമായാലും അള്ളാഹുവിന്റെ തൃപ്തിയുടെ മാർഗത്തിൽ ആവുക എന്നത് വളരെ പ്രധാനമാണ്. എല്ലാവരോടും കരുണ കാണിക്കുകയും എല്ലാവരെയും പരസ്പരം ഏറ്റെടുക്കാനുള്ള മനസ്സ് കാണിക്കുകയും പരസ്പരം ഐക്യത്തിന്റെയും ഏകോദര സഹോദരന്മാരാണെന്ന ബോധത്തിന്റെയും ആ ഒരു തലം സമൂഹത്തിലേക്ക് സൃഷ്ടിച്ചെടുക്കാൻ സഹായിക്കുന്നതാകണം ആണ് വലിയ പെരുന്നാൾ എന്ന് പറയുന്നത്. വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന അവസാനത്തൊരു വിഷയം നമ്മുടെ ഈമാനികമായ ആവേശം, ഈമാനികമായ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാടുകൾക്ക് നിലവുന്ന ഇടയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ അത് ധാരാളമാണ്, എണ്ണമറ്റതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ ഉള്ള മനസ്സ് സൃഷ്ടിച്ചെടുക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് വലിയ പെരുന്നാളിന്റെ ഈ നല്ല സമയങ്ങൾ. നമുക്ക് വീണ്ടും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും മറ്റുള്ളവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു സഹായിയാകാനും അള്ളാഹു ഭാഗ്യമേകട്ടെ, സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ പെരുന്നാൾ ആശംസ നേരുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ. ഈദുൽ അദ്ഹ, ഈദ് മുബാറക്.